ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. കണ്ട മനസ്സിലാക്കാനുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളം ഞെക്കുമ്പോൾ എങ്ങനെ കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ചൂടുള്ള വെള്ളത്തിൽ, നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മുടെ പുഴുക്കലരി ഇട്ട് കുതിർത്ത് വയ്ക്കുക. 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കുക. അത് ഏകദേശം ഞാനൊരു 1/4 കിലോളം അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ ചിരകിയതാണ് ഈ കാണുന്നത്. പിന്നെ ജീരകം ഒരു 2 ടീസ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ഇത് ഞാൻ 2 തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. പകുതി നമ്മുടെ മിക്സിയുടെ ജാറിൽ കൊള്ളുമല്ലോ. അപ്പം ആദ്യം അരി ഇടുക. ശ്രദ്ധിക്കുക, നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് അത് നന്നായിട്ട് കുതിർന്ന് വരത്തുള്ളൂ. ആ ഒരു ടേസ്റ്റ് കിട്ടാനും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ തേങ്ങ, ഇപ്പോൾ പകുതി അരി എടുത്തു, അപ്പോൾ പകുതി തേങ്ങ അതിൻ്റെ കൂടെ ചേർക്കുന്നു. എന്നിട്ട് അവസാനം നമ്മൾ ഈ 2 തവണ ചേർത്തും കൂടെ ഒന്ന് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്യണം. തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടൊക്കെ ഈ കൊഴുക്കട്ട ഉപയോഗിക്കാം. ജീരകം ഒരു 2 നുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, കണ്ടില്ലേ, ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് അരയണമെന്നൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് അരഞ്ഞാൽ മതി. നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇപ്പം നന്നായിട്ട് കുതിർന്നതായതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞോളും. ഞാൻ കാണിച്ചു തരാം. കണ്ടത് ഇതുപോലെ ഒരുപാടങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാദ് കിട്ടില്ല. ഒരു പകുതി അരയ്ക്കുക, പകുതിയിലൊരു 1/4 ഭാഗത്തോളം അരയ്ക്കുക. ഇതുപോലത്തെ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ടോ, അപ്പോൾ വെള്ളം തീരെ ഇല്ല, നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്, കാരണം ആവിയിൽ പുഴുങ്ങുന്നതല്ല. ഭയങ്കര ഹെൽത്തി സാധനമാണ് കേട്ടോ നമ്മുടെ ഈ കൊഴുക്കട്ട. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ ഉരുട്ടി വെക്കാം. പഞ്ചസാര കൂട്ടിയോ ശർക്കര കൂട്ടിയോ, ഇനി മുളക് ചുട്ട് ഉടച്ച് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര സ്വാദാണ്. രാവിലെയോ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കില്ലല്ലോ. ഉച്ചയ്ക്ക് നമ്മൾ കേരളീയർക്ക് ചോറാണല്ലോ പ്രധാനം. രാവിലെയോ വൈകിട്ടോ രാത്രിയിലത്തേക്കോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രം വച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ഉരുളകൾ വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൻ്റെ ഒരു കാൽഭാഗം തന്നെ വേണമെന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഉരുളകളെല്ലാം ഞാൻ ഇതിലേക്ക് വെക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇല്ല, അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡിയായി. എളുപ്പമല്ലേ? നിങ്ങൾ ട്രൈ ചെയ്യുക.
നാളെ വീണ്ടും കാണാം.